So let us discuss about this horizontal milling machine. Figure shows the horizontal milling machine. അപ്പോൾ ഇവിടെ ബേസ്, എലിവേറ്റിംഗ് സ്ക്രൂ, കോളം, ഇതിനെ പറയും സ്പിൻഡിൽ നോസ് എന്ന് പറയും. ദിസ് ഈസ് ആർബർ, കട്ടർ, ഓവർ ആം, ടേബിൾ, സാഡിൽ, നീ. ഓക്കെ, ഇത് ഹാൻഡ് വീല്. സൈഡിന് ഒരു ക്രോസ് വൈസ് മോഷൻ ഉണ്ടാവും, ടേബിളിന് ഒരു ലോഞ്ചിറ്റ്യൂഡൽ മോഷൻ ഉണ്ടാവും. ഓക്കെ, നീ ക്യാൻ ബി സ്ലൈഡ്സ് അലോങ് ദിസ് കോളം. കോളത്തിൻ്റെ അകത്താണ് എൻ്റയർ മെക്കാനിസം, കോളത്തിൻ്റെ അകത്താണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്സ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അപ്പോൾ ദ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ബേസ്, കോളം, ദെൻ ഓവർ ആം, നീ, സാഡിൽ, table and arbor. These are the main important parts. So let us see one by one. First, base means it is made up of cast iron. It supports the entire machine parts. Basic on it absorbs entire vibration during working. It gives support and rigidity to the machine. ഇതാണ് ബേസ്. നെക്സ്റ്റ് കോളം. ഈ കാണുന്ന ഭാഗമാണ് കോളം. It is the main support of the machine. The motor and other driving mechanism are housed in it. Column support and guide the knee in its vertical travel. ഈ നീന മുകളിലേക്ക് താഴോട്ടേക്കും മൂവ് ചെയ്യുന്നത് ഈ കോളത്തിൻ്റെ ഹെൽപ്പിൽ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, കോളം സപ്പോർട്ട് ആൻഡ് ഗൈഡ് ദി നീ ഇൻ ഇറ്റ്സ് വെർട്ടിക്കൽ ട്രാവൽ. നെക്സ്റ്റ് ഓവർ ആം. ഈ കാണുന്ന ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ഇതിനെ അവർ ഓവർ ആം. ഇറ്റ് ഈസ് ഓൾസോ മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. ദി ഓവർ ആം ഈസ് മൗണ്ടഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി കോളം. ഈ കോളത്തിൻ്റെ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും. ദ ഓവർ ആം ഈസ് ദി സപ്പോർട്ട് ഓഫ് ദി ആർബർ. ഈ ആർബർ ഉണ്ടല്ലോ, ആർബറിൻ്റെ മുകളിലാണ് കട്ടർ ഉണ്ടാവുക. അപ്പോൾ ഈ ആർബറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഓവർ ആമാണ്. ആർബറിൻ്റെ ഒരറ്റം ടേപ്പർ ഷേപ്പിലായിരിക്കും, അത് സ്പിൻഡിൽ നോസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റേറ്റം ഇവിടേക്കും. അപ്പോൾ സ്പിൻഡിൽ ഇവിടെ മോട്ടർ കിടക്കുന്ന സമയത്ത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർബറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓവർ ആം. പിന്നെ ഇവിടെ കാണുന്ന ഒരു പാർട്ടാണ് നീ എന്ന് കാണാൻ പറ്റും. നീ സ്ലൈഡ്സ് അപ്പ് ആൻഡ് ഡൗൺ ത്രൂ ദി ഗൈഡ്സ്. ഇതാണ് ഗൈഡ്. നീ സപ്പോർട്ട് സാഡിലിനെയും ടേബിളിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ സപ്പോർട്ട് സാഡിൽ ആൻഡ് ടേബിൾ. ഇതാണ് എലിവേറ്റിംഗ് സ്ക്രൂ. എലിവേറ്റിംഗ് സ്ക്രൂ പ്രൊവൈഡ്സ് ഇറ്റ്സ് വെർട്ടിക്കൽ മോഷൻ അപ്പ് ആൻഡ് ഡൗൺ. നീനെ ഇങ്ങോട്ടേക്കും കുറച്ച് ബേസ്ഡ് ഓൺ അവർ റിക്വയർമെൻറ്റ് ഇതിൻ്റെ മുകളിലേക്കും താഴോട്ടേക്കും പോകാൻ വേണ്ടിയിട്ട് എലിവേറ്റിംഗ് സ്ക്രൂവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് അപ്പിലേക്കും ഡൗണിലേക്കും ഈ കോളത്തിൻ്റെ ഇവിടെയുള്ള ഗൈഡ് വേയിൽ കൂടി സ്ലൈഡ് ചെയ്യുന്നു. ഓക്കെ, so that's all about knee. Next, saddle. Saddle means the saddle support and carries the table and provide transverse motion. It will have a transverse motion. Then table. The top surface of the table is accurately machined. There are T slots along the length of the table for holding the workpiece. The table rests on the guideways of the saddle and travels longitudinally in a horizontal plane. It supports workpiece. അപ്പോൾ ഇവിടെ ടേബിളിൻ്റെ മേലെ ടീ സ്ലോട്ട് ഉണ്ടാവും, അതിൻ്റെ മുകളിലാണ് വർക്ക് പീസിനെ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ടേബിളിൽ വരുമ്പോൾ ഇതിന് ഒരു ക്രോസ് വൈസ് മോഷൻ ഉണ്ടാവുക. ഓക്കെ, ടേബിൾ സപ്പോർട്ട് ചെയ്യുന്നത് സാഡിലിൻ്റെ മുകളിലാണ് ടേബിൾ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആർബർ. ആർബർ ഈസ് അക്യുറേറ്റ്ലി മഷീൻ. ഇതാണ് ഈ കാണുന്നതാണ് ആർബർ, മാൻഡ്രിൽ തന്നെ. ഓക്കെ, ആർബർ ഈസ് അക്യുറേറ്റ്ലി machined shaft. Cutters are mounted on the shaft, which is rigidly supported by over arm. The arbor is fitted to the spindle. When the spindle rotates by the motor, then arbor rotates. Thus motion transferred into cutter. Thus cutter rotates and material removal process will take place. So that's all about the basic parts of milling machines. Now let us see its animation.
This is column and knee type horizontal milling machine. Figure shows the column and knee type horizontal milling machine. Figure shows the column and knee type horizontal milling machine. Next, let us discuss about the vertical milling machine. So, in horizontal milling machine, the cutter axis is horizontal to the workpiece. Here, the cutter axis is vertical and perpendicular to the workpiece. In vertical milling machine, cutter is connected to the arbor. Example for vertical milling machine is face milling. By vertical milling, we can produce slot. We can perform facing operations. When the cutter rotates, the workpiece move from right to left. ഓക്കെ സോ ഈ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ കേസിൽ നിങ്ങൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ കട്ടറിൻ്റെ കാരണം ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻസാണ് കൂടുതലായിട്ട് ചോദിക്കുക. സോ ഇവിടെ കട്ടർ ആക്സിസ് ഇസ് perpendicular to the workpiece, and vertical milling machines the cutter is connected to the arbor. Example for vertical milling machine is face milling. By vertical milling we can produce slot. By vertical milling we can produce slot. അത്ര മാത്രം പറഞ്ഞാൽ മതി. This is vertical milling machine. Horizontal milling machines are കൂടുതൽ important compared to vertical milling machine in the exam point of view. Producing T-slot.